CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ബോംബെ ട്രിപ്പിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോ നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ എല്ലോറ വരെയുള്ള യാത്രയുടെയാണ് നമ്മൾ ആദ്യത്തെ ഇത് വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നു. ഒരാൾക്ക് 35 രൂപയാണ് വരുന്നത്. അപ്പം ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് നമ്മളിവിടെ കടത്തി വിടുന്നത്. ഈ റോഡിൽ നിന്ന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും പോകുന്നതാണ് നമ്മൾ എല്ലോറ ഗുഹ നമുക്ക് കാണാൻ കഴിയും. ലെഫ്റ്റും റൈറ്റും പോയി കഴിഞ്ഞാൽ എല്ലോറയിൽ മൊത്തത്തിൽ 34 ഗുഹകളാണുള്ളത്. അപ്പം അത് നമ്മൾ ആ റോഡിൽ നിന്ന് റൈറ്റ് പോയ 1 to 15 1 മുതൽ 15 വരെ കണ്ടിട്ട് 16ാമത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ചരിത്രപരമായിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മളെ കൈലാസനാഥ ക്ഷേത്രത്തിൽ എത്തും, നടുക്കത്തെ ഗുഹ. അപ്പം ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്ത് ഈ 16ാം നമ്പർ ഈ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ വരുന്നവർ ഏറ്റവും ബെറ്റർ 1 മുതൽ കണ്ടുവരുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഒരുപാട് ആകാംക്ഷയോടെയാണ് നമ്മൾ ഈ ഒരുപാട് വീഡിയോസിലും ഒരുപാട് ഷോർട്സും ഒക്കെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ആദ്യം അത് കാണാമെന്ന് തീരുമാനിച്ച് നമ്മൾ അങ്ങോട്ടങ്ങ് കയറിയതാണ്. ഏകദേശം ഔറംഗാബാദിൽ നിന്നും 28 കിലോമീറ്റർ മാറിയാണ് ഈ എല്ലോറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് പഴയ യലപ്പുര എന്നായിരുന്നു ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. പിന്നെയാണ് ഇത് എല്ലോറ എന്ന പേരിലോട്ട് മാറിയത്. അപ്പോൾ ഈ കാണുന്ന ഒരു ക്ഷേത്രം, കൈലാസനാഥ ക്ഷേത്രം, ഇത് ഇപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. എല്ലോറയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. അതിൽ എല്ലോറയിൽ പാറയിൽ കൊത്തിയെടുത്ത് നിർമ്മിതത്തിൽ ഏറ്റവും സമാനതകളില്ലാത്തതാണ് ഈ ഒരു കൈലാസനാഥ ക്ഷേത്രം. ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് മനസ്സിലാവും. കാരണം ഇത് 85,000 ക്യൂബിക് പാറ ഇവിടെ നിന്ന് തുറന്ന് മാറ്റിയിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് താഴേന്ന് മുകളിലോട്ടല്ല, മറിച്ച് മേളിൽ നിന്ന് താഴോട്ടാണ് ഇത് കുഴിച്ചുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഇത്രയും വലിയൊരു മല മുകളിൽ നിന്നാണ് താഴോട്ട് കുഴിച്ച് ഈ ഒരു ക്ഷേത്രം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതെല്ലാം പാറയിൽ കൊത്തിയെടുത്ത്, ഇതൊന്നും നിർമ്മിതിയല്ല, വേറൊരു എന്തെങ്കിലും വെച്ച് പാറകൾ അടുക്കി ഉണ്ടാക്കിയതല്ല. ഇത് മുകളിൽ നിന്നും, ഒരു മലയുടെ മുകളിൽ നിന്നും താഴോട്ട് വെട്ടി ഇറക്കിയാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു ക്ഷേത്രത്തിലെ മെയിൻ ഒരു അട്രാക്ഷൻ. നമുക്കിനി ആ ക്ഷേത്രത്തിൻ്റെ മുകൾ വശത്തുനിന്ന് താഴോട്ടുള്ള ഒരു കാഴ്ച കാണാം. അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു, പക്ഷേ ഞങ്ങൾ സൈഡിൽ കൂടെ നമ്മൾ മുകളിലെത്തി. ഇതിൻ്റെ ആ ഒരു മലയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യമാണിത്. അപ്പോൾ നിങ്ങൾക്കത് നോക്കുമ്പോൾ അതിൻ്റെ ആ താഴ്ച മനസ്സിലാവും, എത്രത്തോളം ആഴമുണ്ടെന്നത്. അപ്പം ഇത് മുകളിൽ നിന്ന് താഴോട്ട് കുഴിച്ച് ഈ ഒരു ഫുൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ 85,000 ക്യൂബിക് മീറ്റർ പാറ പറയുന്ന ഒരു ആവറേജ് കണക്കാണ്. അത്രയും പാറ ഇവിടെ നിന്ന് എടുത്തിട്ട് അത് എവിടെ നിക്ഷേപിച്ചു എന്ന് പോലും ഇപ്പോഴും ആർക്കും അറിഞ്ഞൂടാ. അതൊരു അത്ഭുതമാണ്. പലരും പറയുന്നത് അന്നത്തെ കാലത്ത് ആനപ്പുറത്തൊക്കെ കയറ്റി കൊണ്ടുപോയി കടലിൽ കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേങ്കിൽ അതിനൊരു തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇത്രയും ആ താഴെ നിൽക്കുന്ന മനുഷ്യരെയൊക്കെ നമുക്ക് മനസ്സിലായി എത്രത്തോളം ആ താഴ്ചയുണ്ടെന്ന്. അപ്പോൾ നമ്മൾ എല്ലാ നിർമ്മിതിയും താഴെ നിന്ന് മേളിലോട്ടായിരിക്കും, പക്ഷേ ഇത് മാത്രം മുകളിൽ നിന്ന് താഴോട്ടാണ്. അപ്പോൾ നമ്മളത് കണ്ടിറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ ബാക്കിയുള്ള ഗുഹകൾ വിസിറ്റ് ചെയ്യാനായിട്ട് പോയതാണ്. അപ്പം ഇത് അങ്ങോട്ട് മുമ്പോട്ട് ഇപ്പോൾ ആദ്യം കണ്ടൊരു 3 നില ഇതെല്ലാം പാറ കൊത്തി ഉണ്ടാക്കിയ ഗുഹകളാണ്. ഇതെല്ലാം ഈ നമുക്ക് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നതെല്ലാം പാറ വെച്ച് കൊത്തി ഉണ്ടാക്കിയതാണ്. ആദ്യ കാലഘട്ടത്തിൽ അജന്ത ഗുഹകൾ പണിഞ്ഞ് തീർത്തതിന് ശേഷം എല്ലോറയിൽ സ്റ്റാർട്ടായെന്നാണ് പറയുന്നത്. അജന്തയിലുള്ള ഗുഹകൾ മൊത്തവും പണിഞ്ഞതിന് ശേഷം പിന്നെ എല്ലോറയിൽ വന്ന് അതിൻ്റെ ബാലൻസ് എല്ലോറയിൽ പണിതാണ്. അപ്പോൾ ഇത് അവിടെയുള്ളൊരു ബുദ്ധ മന്ദിരമാണ്. അപ്പം അവിടെ ആദ്യത്തെ നമ്മൾ പറഞ്ഞല്ലോ മൊത്തത്തിൽ 34 ഗുഹകളുണ്ട്. ഈ ഒരു ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത് AD 6 മുതൽ 8 വരെ നൂറ്റാണ്ടുകളിലാണ്. അപ്പോൾ ഒരു ഗുപ്ത കാലഘട്ടത്തിലാണ് ഈ ഒരു ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പർവ്വതത്തിൻ്റെ ചരിവ് കുഴിച്ച് ആയിരക്കണക്കിന് ടൺ കുഴിച്ച് മാറ്റിയാണ് ഈ ഒരു ഗുഹകൾ മൊത്തം നിർമ്മിച്ചത്. ഈ ഒരു 34 ഗുഹകളിൽ ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ള ഗുഹകളെന്ന് വെച്ചാൽ ഈ ബുദ്ധ ഗുഹകളാണ്. അതിനുശേഷം വരുന്ന 13 മുതൽ 29 വരെയുള്ളത് ഹിന്ദു ഗുഹകളും അതിനുശേഷമുള്ളത് 30 മുതൽ 36 ജൈന ഗുഹകളുമാണ്. അതുപോലെ ഈ ബുദ്ധ ഗുഹകൾ പണിഞ്ഞത് 600 മുതൽ 700 ക്രിസ്തു വർഷം ആ ഒരു കാലയളവിലാണ്. പിന്നെ ഈ ഒരു ഇവിടുത്തെ ഗുഹകളിൽ ഏറ്റവും നീളം കൂടിയതും വീതി കൂടിയതുമായിട്ടുള്ള ഒരു ഗുഹയാണിത്. അപ്പോൾ ഇത് പറയുന്നത് അന്നത്തെ കാലത്ത് ബുദ്ധ ആചാരപ്രകാരം ഇവിടെ പാർത്ത് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായിട്ടും അല്ലാതെ ഒത്തുകൂടലിനൊക്കെ ഉപയോഗിച്ചിരുന്നൊരു ഗുഹയായിട്ടാണ് ഇത് പറയുന്നത്. അതുപോലെ 13 മുതൽ 29 വരെയുള്ള ഗുഹകൾ ഹിന്ദു ഗുഹകളാണ്. അത് ഏകദേശം ക്രിസ്തു വർഷം 700 മുതൽ 800 ക്രിസ്തു വർഷം വരെയാണ് ആ ഒരു ഗുഹകൾ നിർമ്മിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 30 മുതൽ 34
നമ്പറുള്ള ഗുഹകൾ അത് ജൈനമത ഗുഹകളാണ്. അത് ക്രിസ്തു വർഷം ഏകദേശം 800 മുതൽ 1000 വരെയുള്ള ക്രിസ്തു വർഷത്തിലാണ് ആ ഗുഹകൾ നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കിത് കാണുമ്പോൾ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്നത് വെച്ചാൽ ഇന്നത്തെ കാലത്തുള്ള ഒരുവിധ എക്യുപ്മെൻറ്റ്സും അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നിട്ട് പോലും അവരുടെ കൈകൾ കൊണ്ട് അന്നത്തെ അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്ര അതിമനോഹരമായ രീതിയിൽ ഇത്രയും ഗുഹകൾ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. നമ്മൾ പറഞ്ഞല്ലോ, അജന്തയിലെ ഗുഹകൾ എല്ലാം തീർത്തതിന് ശേഷം അവിടെ നിന്ന് വന്നവർ തന്നെയാണ് എല്ലോറ ഗുഹകൾ നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ അജന്തയിലെ ഗുഹകളെല്ലാം തന്നെ ബുദ്ധ ഗുഹകളാണ്. പക്ഷേ എല്ലോറയിൽ അങ്ങനെയല്ല. എല്ലോറയിൽ നമ്മൾ പറഞ്ഞതുപോലെ 1 മുതൽ 12 വരെ ബുദ്ധ ഗുഹകളും 13 മുതൽ 29 വരെ ഹിന്ദു ഗുഹകളും 30 മുതൽ 34 വരെ ജൈന മതവുമായിട്ട് ബന്ധപ്പെട്ട ഗുഹകളുമാണുള്ളത്. എല്ലോറയിലെ ഗുഹകളുടെ എല്ലാം മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഏത് ഗുഹയിൽ നമ്മൾ കയറിയാലും അവിടെ എല്ലാം അതിമനോഹരമായ ശില്പങ്ങൾ ഭിത്തിയിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഏത് ഗുഹയിൽ കയറിയാൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ പറഞ്ഞ പോലെ 1 മുതൽ 12 വരെയുള്ള ബുദ്ധ ഗുഹകൾ നിർമ്മിക്കപ്പെട്ടത് ചാളക്യ രാജവംശ കാലത്താണ്. അതിനുശേഷമുള്ള ഹിന്ദു ഗുഹകളും ജൈന ഗുഹകളും രാഷ്ട്രകൂട രാജാക്കന്മാരുടെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ മിക്ക ഗുഹകൾക്ക് മുന്നിൽ മുറ്റങ്ങളുണ്ട്. അവയെല്ലാം പടിഞ്ഞാറോട്ട് അഭിമുഖീകരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് വന്നാൽ ഇത് ഇച്ചിരൂടെ അതിമനോഹരമായിട്ട് കാണാൻ കഴിയും. കാരണം നമ്മൾ രാവിലത്തെ ടൈം പോകുമ്പോൾ അകം നല്ല ഇരുട്ടായിരിക്കും. അപ്പോൾ ഒരു ആ ടൈമിൽ പോവുകയാണെങ്കിൽ, ഉച്ച തിരിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ സൂര്യപ്രകാശം അകത്തോട്ട് നല്ല രീതിയിൽ ലഭിക്കും. അപ്പോൾ നല്ല രീതിയിൽ കാണാൻ കഴിയും അകത്തുള്ള കാഴ്ചകൾ. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ അജന്ത കേവ്സ് തിങ്കളാഴ്ച അവധിയായിരിക്കും. അത് കണക്കിന് എല്ലോറ ഗുഹകൾ ചൊവ്വാഴ്ച ദിവസങ്ങളിലും അവധിയായിരിക്കും. അപ്പം ഇവിടെ കാണാൻ താല്പര്യമായിട്ട് വരുന്നവർക്ക് ഈ 2 ദിവസങ്ങൾ നോക്കി വേണം വരാൻ. നമ്മൾ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഇവിടെ താഴോട്ട് നമ്മൾ ഇറങ്ങിപ്പോകാനൊരു വഴിയുണ്ട്. പക്ഷേ അത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കണം. ആ താഴോട്ടുള്ള വഴി കൂടെ ഇറങ്ങിപ്പോയാൽ നമുക്ക് ഇതിൻ്റെ മലയടിവാരത്ത് കുറച്ച് ഗുഹകളുണ്ട്. അതിപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ കഴിയും. അത് നമുക്ക് അങ്ങോട്ട് ഇപ്പം നമ്മളവിടെ പൂട്ടിയിട്ടിരിക്കണം. അപ്പോൾ അവർ അങ്ങോട്ട് ഓപ്പൺ അല്ല. അപ്പോൾ ഇവിടെ നോക്കിയാൽ നല്ല അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവർ പറയുന്നത് വെച്ചാൽ ഇതൊരു 6-7 മാസം ഇങ്ങനെ കണ്ടിന്യൂസ് ഈ ഒരു വെള്ളച്ചാട്ടം കാണുമെന്നാണ് പറയുന്നത്. ആ താഴത്തോടെ വഴി കാണാൻ കഴിയും. അവിടെ ചെറിയ ഗുഹകൾ പണിഞ്ഞ് ചെറിയ രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത്. അങ്ങോട്ട് നമുക്കിപ്പോൾ അലോഡല്ല, അവിടെ ഒരു ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോയതിൻ്റെ അടിവശത്തൂടെ സ്റ്റെപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ. ഇപ്പോൾ അത് അലോഡല്ല. ഞങ്ങളിത് കണ്ട് ഏകദേശം നമ്മൾ രാവിലെയാണ് ഇവിടെ എത്തിയത്. നമ്മൾ രാവിലെ ഒരു 10:30 ഇവിടെ കയറിയിട്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് 3 മണിക്കാണ്. അപ്പോൾ അത്രത്തോളം കാണാനുണ്ട്, നമുക്ക് നടന്ന് കാണാനുണ്ട്, നല്ല രീതിയിൽ നടക്കാനുണ്ട്. അപ്പോൾ 2.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഷോർട്ടായിട്ട് ഒരു 8 മിനിറ്റാക്കി ഇട്ടിരിക്കുന്നത്. കാരണം നമുക്കത് എത്രത്തോളം മനോഹരമാണ് ഇത് നേരിട്ട് കാണാൻ. അപ്പോൾ നമ്മളുടെ പുരാതനമായ നമ്മളുടെ രാജ്യത്തുള്ളൊരു ഇത്രയും അതിമനോഹരമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ എല്ലോറ ഒരു മഹത്തായ ഒരു സൃഷ്ടിയാണ്. അപ്പോൾ വീഡിയോ നമ്മൾ ഇവിടെ ചെറിയ രീതിയിൽ ഒതുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ 2-2.5 മണിക്കൂർ എടുത്ത വീഡിയോ ആണ്. ഇത്രയും ഷോർട്സ് ആക്കി നമ്മൾ 8 മിനിറ്റ് 8.5 മിനിറ്റ് ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ അജന്ത കേവ്സുമായിട്ട് വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.